ഇന്ന് നമുക്ക് രുചികരമായ ചക്കപ്പുഴുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാവുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ചക്കച്ചുളയും ഒരു 5-10 ചക്കക്കുരുവും കൂടെ നമ്മൾ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ കല്ലുപ്പാണ് ചേർത്തത്. അത് കറിവേപ്പിലയും ചേർത്ത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കാൻ തുടങ്ങാം. നല്ലതായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അല്പം വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് പാത്രത്തിൻ്റെ അടിയിൽ ചക്ക പിടിക്കാതിരിക്കാനും നല്ല മയത്തിൽ വെന്ത് കിട്ടാനും ഇത് സഹായിക്കും. നമുക്കറിയാം ചക്ക വളരെ ശരീരത്തിന് ഗുണമുള്ള സാധനമാണ്. അതായത് പച്ചച്ചക്ക എന്ന് പറയുമ്പോൾ നമുക്ക് ഷുഗറുകാർക്കുമൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇത് കഷ്ണം നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു 1.5 കപ്പോളം തേങ്ങ തിരുമിയിട്ടുണ്ട്, 10-15 വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ഇച്ചിരി ജീരകം ആവശ്യമാണ്. അതുപോലെ 10-15 കാന്താരി, വെള്ള കാന്താരിയാണ് എടുത്തിരിക്കുന്നത്. കാന്താരി മുളക് അല്ലെ പച്ചമുളക് എടുക്കാം. അതിനോടൊപ്പം കറിവേപ്പില. ഇത് നമ്മൾ ഒരു അമ്മിക്കല്ലിലോ അല്ലെങ്കിൽ നമ്മൾ മിക്സിയിലോ നല്ലതായിട്ട് ചതച്ചെടുക്കുക. അതിനുശേഷം വെന്ത് കഴിഞ്ഞ ചക്കയുടെ മുകളിലായിട്ട് ഇത് നിരത്തി ഇതിനെ അടച്ചു വെച്ച് അതിലേക്ക് ആവി വന്ന് നന്നായിട്ട് അരപ്പിൻ്റെ പച്ച കെട്ടതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം അവസാനം നമുക്ക് വീണ്ടും 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. കറിവേപ്പിലയും അവസാനം നമ്മൾ ചേർക്കുന്നുണ്ട്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.